ഒരുപക്ഷെ ഇവിടെ നിങ്ങൾ കണ്ട വീഡിയോയിൽ ആ മനുഷ്യന്റെ ഫോട്ടോകൾ കണ്ടുപോയിട്ടുണ്ട്. ആര് കണ്ടാലും ചിരിച്ചു പോകുന്ന, ലോകം നിയന്ത്രിക്കുന്ന ഒരു മനുഷ്യന്റെ ഫോട്ടോ എന്ന നിലയിൽ ആ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് ചിരി വന്നേക്കാം. പക്ഷേ വിശ്വാസികൾ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടത്, മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പോലും പറയാൻ മടിച്ചിരുന്ന അപകടകരമായ വാദമാണ് കേരളത്തിലെ ഒരു വിഭാഗം പുരോഹിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ്. നമുക്ക് സമാധാനിക്കാം, ഇത് ഒരു വിഭാഗം ആളുകൾ മാത്രം പറയുന്നതല്ലേ, വേറെ കുറെ ആളുകൾ എതിർക്കുന്നുണ്ടല്ലോ എന്ന്. ആർക്കാണ് ഇതിനെ ആത്മാർത്ഥമായി എതിർക്കാൻ കഴിയുക? ഏത് സഖാഫിക്കാണ് ഇതിനെ ആത്മാർത്ഥമായി എതിർക്കാൻ കഴിയുക? പലരും പറഞ്ഞു നോക്കുന്നുണ്ട്, ഞങ്ങളും ഇതുമായി ബന്ധമില്ല, ഈ വാദത്തിന് ഞങ്ങൾ എതിരാണ്, CM മടവൂര് പടച്ചോനാണ് എന്ന് പറയുന്ന പാട്ടിന് ഞങ്ങൾ എതിരാണ്, അത് ഇസ്ലാമിനോട് യോജിക്കാത്തതാണ്, അത് പറയാൻ പാടില്ലാത്തതാണ്, കുഫറിലേക്ക് നയിക്കുന്നതാണ്, ശിർക്കിലേക്ക് നയിക്കുന്നതാണ് എന്ന് പറയുന്ന ആളുകൾ അവരുടെ കക്ഷത്ത് മുറുക്കി വെച്ചിരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന ഏടുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നടക്കാൻ തയ്യാറുണ്ടോ? എന്താ മുഹീദ്ദീൻ ശൈഖിനെ പറ്റി ഈ ആളുകളുടെ വിശ്വാസം? വിശ്വസിക്കുന്നില്ലേ ഈ ആളുകൾ? അള്ളാഹുവിന്റെ അറിവ് മുഴുവൻ എനിക്കറിയാം. ഏതുവരെ? അള്ളാഹുവിന്റെ ഇൽമിന്റെ ഓരോ അക്ഷരങ്ങളും എണ്ണിത്തിട്ടപ്പെടുത്താൻ എനിക്ക് കഴിയും. അള്ളാഹുവിന്റെ ഇൽമിന്റെ ഓരോ അക്ഷരങ്ങളും എണ്ണിത്തിട്ടപ്പെടുത്താൻ എനിക്ക് കഴിയും. ഈ ഭൂമിയിൽ എത്ര ചെടികളുണ്ട് എന്നെനിക്കറിയാം. ഈ ഭൂമിയിൽ, ഈ കടലിൽ എത്രമാത്രം മണൽത്തരികളുണ്ട് എന്നെനിക്കറിയാം എന്ന് മുഹീദ്ദീൻ ശൈഖ് പറയുന്നത് അംഗീകരിക്കുന്ന ആളുകളല്ലേ ഇപ്പോ ഈ CM പടച്ചോനാണ് എന്ന് പറയുന്നതിനെ എതിർക്കുന്നത്? മുഹീദ്ദീൻ ശൈഖിന് പടച്ചോനാണ് എന്ന പേര് കൊടുത്തിട്ടില്ല എന്നല്ലാതെ, പണ്ടാരാ പറഞ്ഞല്ലോ, ഞാൻ പറയൂല, പേര് പറയൂല, വേണമെങ്കിൽ തൊട്ട് കാണിച്ചു തരാം അല്ലെങ്കിൽ തുപ്പി കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞതുപോലെ പടച്ചോനാണ് എന്ന് പേര് പറയുന്നില്ല എന്നേ ഉള്ളൂ. അള്ളാഹുവിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ടോ ആ പ്രത്യേകതകൾ മുഴുവൻ മുഹീദ്ദീൻ ശൈഖിന് വകവെച്ചു കൊടുക്കുന്നില്ലേ? അള്ളാന്റെ ഇൽമ് എത്രയുണ്ട് എന്നെനിക്കറിയാം. ഈ സ്വർഗ നരകങ്ങൾ അത് എന്റെ നിയന്ത്രണത്തിലാണ്. വേണമെങ്കിൽ നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. എന്റെ അധികാരത്തിന്റെ പവർ കൊണ്ട് നരകത്തിന്റെ തീ കെടുത്താൻ എനിക്ക് കഴിയുമായിരുന്നു എന്ന് പറയുന്നില്ലേ? അനൽ വാഹിദുൽ ഫർദുൽ അനൽ വാസിഫുൽ മൗസൂഫ് അനൽ വാഹിദുൽ ഫർദ് തുടങ്ങിയ വിശേഷണങ്ങൾ, വിശേഷിപ്പിക്കുന്നവനും വിശേഷിപ്പിക്കപ്പെടുന്നവനും, വാഹിദും അഹദും ഫർദും ഒക്കെ ഞാനാണ് എന്ന തരത്തിൽ മുഹീദ്ദീൻ ശൈഖിനെ വാഴ്ത്തിപ്പാടുന്നില്ലേ? ഇതിനെയൊക്കെ നിഷേധിക്കുന്ന, ഇതൊന്നും പാടാൻ പാടില്ല എന്ന് പറയുന്ന, ഇതൊന്നും അംഗീകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളെ ഒരിക്കൽ പോലും പള്ളികളിലെ ഖാദിമാരോ ഖതീബുമാരോ ആക്കാൻ പാടില്ല എന്ന് പ്രമേയം പാസാക്കിയ ആളുകൾക്ക് എങ്ങനെയാണ് ഇന്ന് ഒരാൾ CM പടച്ചോനാണ് എന്ന് പാട്ടുപാടിയാൽ അതിനെ എതിർക്കാൻ കഴിയുക? ഇന്ന് എതിർക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ പിഴച്ച വാദങ്ങൾക്ക് മുഴുവൻ ഈ നാട്ടിൽ അടിത്തറ പാകിക്കൊടുത്തത്, അല്ലേ? ഭൂമി ഒരുണ്ട പോലെൻ കയ്യിലെന്നോവർ, ഭൂമി ഒരുണ്ട പോലെൻ കയ്യിലെന്നോവർ, ആകെന്ന് ഞാൻ ചൊൽകിലാകും അതെന്നോവർ, കുൻ ഫയകൂൻ. അതല്ലേ മടവൂരിനെ പറ്റി പറഞ്ഞത്? മടവൂരുണ്ടാകാൻ പറഞ്ഞാൽ ഉണ്ടാകും. മുഹീദ്ദീൻ ശൈഖിനെ പറ്റി അങ്ങനെ വിശ്വസിച്ചതിനെ എതിർക്കാൻ ഈ സഖാഫിമാര് തയ്യാറുണ്ടോ? അങ്ങനെയാണ് ആത്മാർത്ഥത കാണിക്കേണ്ടത്. ഇത് ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയതാണ്. CM മടവൂരിനെ പറ്റി ഇന്ന് പറയുന്ന കാര്യങ്ങൾ മുഹീദ്ദീൻ ശൈഖിനെ പറ്റി പറഞ്ഞതും തെറ്റ് തന്നെയാണ് എന്ന് പറയാൻ തയ്യാറായാൽ അവിടെയാണ് നമുക്ക് സത്യസന്ധതയുണ്ട് എന്ന് പറയാൻ കഴിയുക. ഇപ്പൊ എന്തേ ഇതൊക്കെ പറയാൻ കാരണം? ജനങ്ങൾ ഇതിന്റെ അപകടം മനസ്സിലാക്കാൻ തുടങ്ങി. ആളുകൾ ഈ ആദർശത്തിന്റെ, സമസ്ത പറയുന്ന ശീഈ ആശയത്തിന്റെ
കുബൂരിസത്തിന്റെ, മക്കയിലെ ബഹുദൈവ വിശ്വാസികളെക്കാൾ പിഴച്ചുപോയ ആദർശമാണ് സമസ്തക പഠിപ്പിക്കുന്നത് എന്ന് ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോ അതിനൊരു മറയിടാൻ, ഒരു തടയിടാനുള്ള പാഴ് ശ്രമമാണ് പൗരോഹിത്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്.